ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലുള്ള ദിവാഞ്ചിമൂല വാഗ കോളനി എന്ന് പറയുന്ന ആ ഒരു കോളനിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പം വേടനെ പറ്റി കുറേ അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. വേടൻ ആദ്യമായിട്ട് ഇവിടെയാണ് താമസിച്ചത്, അതായത് ഈ വീട്ടിലാണ് താമസിച്ചത് എന്ന രീതിയിൽ ഈ വീട് എടുത്തു കാണിച്ചുകൊണ്ട് കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിരുന്നു. അപ്പം നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ വേടൻ ഇവിടെയല്ല താമസിച്ചുകൊണ്ടിരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചിട്ട് പറയാം. വേടൻ്റെ കൂട്ടുകാരനാണോ? പരിചയമുണ്ട്. അപ്പൊ എല്ലാ യൂട്യൂബർമാർക്കുടെയും വീഡിയോയിൽ ഈ ബാക്കിൽ കാണുന്ന വീട്ടിലാണ് വേടൻ താമസിച്ചത് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇവിടെ വേടൻ താമസിച്ചിട്ടുണ്ടോ? ഇവിടെ വേടൻ താമസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ വേടൻ 3-4 ഷൂട്ടിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയിൽ ഷൂട്ടിംഗ് എല്ലാം നടന്നിരുന്നു. ഇത് റെയിൽവേ സ്റ്റേഷന്റെ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലുള്ള വാഗ കോളനി അല്ലേ? വാഗ കോളനി. ഇവിടെ വേടൻ താമസിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഷൂട്ടുകളും പിന്നെ ഇവിടെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ താമസിച്ചിട്ടില്ലല്ലോ. വാഗ കോളനിയിൽ വേടൻ എവിടെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത്? വേടൻ മുൻപ് അവിടെ ഇരുന്ന് താമസിച്ചിരുന്നു, അതായത് റോഡിന്റെ അപ്പുറത്ത്. അവിടെ ഇപ്പൊ ബ്രിഡ്ജ് വന്നപ്പോ ഇവിടുന്ന് എല്ലാരും പോയി സെറ്റായി. അപ്പൊ വേടൻ എങ്ങോട്ടാ മാറിയത് അവര്? അല്ല, അവര് അവിടെ താമസിച്ചോണ്ടിരുന്നപ്പോ അതൊക്കെ പൊളിച്ചില്ലേ? കൊറേ പേർക്ക് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അവര് തിരൂർക്കാണോ പോയത്? വേടനും ഫാമിലി അത്താണി ആ ഭാഗത്ത് പോയി. അവിടെ വാടകയ്ക്ക് തന്നെയായിരുന്നു. അപ്പൊ വേടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയോ? വേടനായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഗുഡ് മെമ്പറാണ്. പിന്നെ നോക്കിയേ ഇവിടെ വന്നിട്ട് പിള്ളേരെ അനിയന്മാരെ ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും വിളിച്ചു. വേടന്റെ ഒപ്പം വല്ല പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ? വോയിസ് ഓഫ് വോയിസ്ലെസ് ഞാൻ ഉണ്ട്. വേടന്റെ കുറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആദ്യത്തെ പാട്ട് ഇവിടെ വെച്ചിട്ടല്ലേ? ഇവിടെ സ്വപ്നഭൂമിയാണ് വേടന്റെ എന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹം ഉണ്ടല്ലോ. വേടൻ സത്യത്തിൽ സ്വപ്നഭൂമി ഇല്ല. വേടന സ്വപ്നത്തിലുള്ള ഭൂമികളെ പറ്റിയിട്ട് അവന്റെ പാട്ടിൽ എഴുതിയിട്ടുള്ളതാണ് സ്വപ്നഭൂമി. വേടൻ സ്വപ്നഭൂമി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല തൃശ്ശൂർ. ഭൂമി പിന്നെ അതെവിടെയായിരുന്നു? വളപ്പായിലായിരുന്നു. അതൊക്കെ മുൻപുണ്ടായിരുന്ന, ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപുള്ളതാ. ഈ കോളനിയിൽ അത് പൊളിച്ചുപോയി. വേടനെ കണ്ടിട്ടുണ്ടാ? ഞാനും ആദ്യം കണ്ടിട്ട് ഇവിടെ വരുമ്പോ, പിന്നെ ഇപ്പൊ വലുതായതിന്റെ ശേഷം വേടൻ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ വേടൻ അത്ര വലിയ ക്ലിക്കൊന്നുമില്ല. വോയിസ് എടുക്കാനാണ് ആദ്യമായിട്ട് വേടൻ ഇവിടേക്ക് വരുന്നത്. നമ്മളപ്പോഴാണ് വേടൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ വേടൻ ഇന്ന പോലെ ക്ലിക്കൊന്നുമല്ല. പിന്നീടാണ് വേടൻ ഈ പാട്ടിൽ ക്ലിക്കായി. പിന്നെ അങ്ങനെ അവൻ്റെ സ്വപ്ന ലോകം എന്ന് പറയുന്നത്, അവൻ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ പാട്ടിൽ ഇവിടുത്തെ 2-3 പിള്ളേരും ഉണ്ട്, ചെറിയ ചെറിയ മക്കളുണ്ട്. അവരൊക്കെ വലുതായി. ഇവനുണ്ടായില് ഇവിടെ ഈ സ്റ്റെപ്പായിരുന്നു അതിലത്തെ ആ വോയിസിലത്തെ മെയിൻ സ്റ്റെപ്പ്. വോയിസ് ഓഫ് വോയിസ്ലെസ് സ്റ്റെപ്പ് അതായിരുന്നു. പിന്നെ സോഷ്യൽ ക്രിമിനലും ഇവിടെ തന്നെ ഷൂട്ടിങ് ഇവിടെ ഉണ്ട്. അതൊക്കെ വീടൊക്കെ പോയി, പൊളിഞ്ഞ് അതൊക്കെ പോയി. അങ്ങനെ ഇവിടെ അത് കുറെ നാളായി. ആ വോയിസ് എപ്പോഴാണ് ഇറങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് നോക്കി അറിയാലോ. ആ സമയത്ത് അപ്പോഴാണ് നമുക്ക് അതിന് ശേഷം വേടൻ പിന്നെ ഈ ഭാഗത്ത് വെച്ച് നമ്മൾ അതിനെ കുറിച്ചിട്ട് പിന്നെ ആളുടെ ലോകമായില്ലേ, അവന്റെ ഒഴുക്കി പോയി. വേടന്റെ പാട്ടുകൾ ഇഷ്ടല്ലേ? അപ്പൊ രണ്ടുപേരും ഒന്ന് പാടാവോ? നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ, ഇത് രണ്ടാം പിറവിയെ. എണ്ണക്കരമ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ, ഇത് രണ്ടാം പിറവിയെ. 38-ലെ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നലെ കൊണ്ട് നൂല് പോലെ നെഞ്ചിലണിഞ്ഞവൾ, കത്തിയിരും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലെ വിരല കൊണ്ട് ആ പാറക്കല്ലും പൊട്ടും നിന്നെ വഴങ്ങോ വരച്ചതോ. കുറച്ചുകൂടി അത് നമുക്ക് അങ്ങനെ അധികം അറിയില്ല, എന്നാലും നമുക്ക് കുറച്ച് മതി അത്ര തന്നെ. ഓക്കെ, പറ്റിയിട്ട് നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷെ ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഈ കുട്ടികളൊക്കെ അതിൽ നിൽക്കണ അപ്പു, നമ്മുടെ അവിടെ നിന്നിരുന്നൊരു കുട്ടി, വേറെ 2-3 കുട്ടികളുണ്ട്. അവരൊക്കെ കൊണ്ട് ഇവിടെ വന്ന് പാട്ടും നല്ല ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ നാളായിട്ട് കാണാൻ ഇപ്പോഴാണ് TV-യിൽ ഞങ്ങൾ വാർത്തയിൽ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവനെ ഞങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ആഗ്രഹമാണ്. മേഡം ഒരു ആഗ്രഹമാണ്. ഞങ്ങൾക്ക് അന്ന് കണ്ടതല്ലേ, പിന്നെ TV-യിലാണ് കാണുന്നത്. അവൻ്റെ ഇത് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. അവന് നല്ല ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. അപ്പം അതുകൊണ്ട് ഒരു ദിവസം കാണണമെന്നൊരാഗ്രഹമുണ്ട്. അത് മേഡം ഒന്നുകൂടി വേടൻ ഈ ഒരു ഭാഗത്തേക്ക് വരാൻ പറയാം. ഞങ്ങൾ ചിലവരൊക്കെ ഉണ്ട് ഇവിടെ എന്ന് പറയും.
കുറെ പിള്ളേരും ഇവിടെ പൈത മക്കളും കുറെ മക്കളും അവനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അന്ന് ക്ലിക്ക് ആയിട്ടില്ല വേടൻ. പക്ഷെ എന്നാലും നമ്മള് സപ്പോർട്ട് ചെയ്ത് ഇപ്പം വേടൻ വൈറലായി കഴിഞ്ഞപ്പോ നിങ്ങളെയൊക്കെ പഴയ ഫ്രണ്ട്സിനെ മറന്നു എന്ന അങ്ങനെയല്ല. അതിനുശേഷം വേടന്റേതായ രീതിയിൽ ഒരിക്കലും പറയില്ല. വേടൻ അങ്ങനല്ല. വേടൻ ഓൾറെഡി എന്തായാലും മാറിയല്ലോ. പിന്നെ അങ്ങോട്ട് പ്രൊട്ടക്ഷനും മൊത്തം ആളുടെ വീഡിയോ കണ്ടാൽ നമുക്കറിയാം. ആളുടെ ചുറ്റിനും എന്നാലും ബാല്യകാല സുഹൃത്തുക്കൾ എന്ന നിലയില് സുഹൃത്തുക്കളാകാൻ മാത്രം നമ്മൾ അങ്ങനെ ബന്ധമില്ല. ഇവിടേക്ക് വന്ന് നമ്മളൊരു വീഡിയോയിൽ നമ്മളൊക്കെ അറിയാൻ കണ്ടിട്ടുണ്ട്, നമുക്ക് പരിചയമുണ്ട്. അല്ലാണ്ട് പിന്നീട് ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം പിന്നെ അങ്ങനെ വന്നിട്ടില്ല. പിന്നൊക്കെ വീഡിയോകള് വേറെ വേറെ. അപ്പൊ വേടനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ? പറയാനുണ്ട്. പറയേ വേടനോട് നിങ്ങൾക്ക് പറയാം. മീറ്റ് ചെയ്യണം. അവനോട് രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് അതിന് ശേഷം പിന്നെ നമ്മൾ മീറ്റ് ചെയ്യണം. വരാണെങ്കിൽ നമുക്കൊന്ന് കാണണം. ഇവിടുത്തെ പിള്ളേർക്ക് കാണണമെന്നുണ്ട്. അപ്പൊ താങ്ക് യു.